പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമിക ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് അനന്തപുരിക്കാർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. എല്ലാവരെയും കൊടുക്കാനുള്ള ആ ഒരു പ്ലാനിങ്ങിലാണ് അനാമിക നിൽക്കുന്നത്. ആ ഒരു സമയത്ത് ആദർശ് പേടിച്ചിട്ട് മുത്തശ്ശനോട് ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും നീ എന്തിനാ ഇക്കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് പേടിക്കുന്നത്? പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇപ്പോഴൊക്കെ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ പെൺകുട്ടികളുടെ ഒരു അടവാണെന്ന് കരുതിയിട്ട് വിശദമായിട്ട് അന്വേഷിച്ചിട്ട് ആക്ഷൻ എടുക്കുകയുള്ളൂ. അല്ലാതെ വന്നങ്ങ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകത്തൊന്നുമില്ല. പഴയ കാലമല്ല ഇത്. അത് അവൾക്ക് നമുക്ക് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. അതിനുള്ള തെളിവുകളൊക്കെ നമ്മുടെ പക്കലും ഉണ്ടല്ലോ. അത് കണ്ടെത്താനും നിസ്സാരമാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുകയും ചെയ്യും. എന്തായാലും നന്ദുവിനെ ഇക്കാര്യത്തെക്കുറിച്ച് ഒന്ന് അറിയിക്കുകയും അവളോട് ഇക്കാര്യത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുകയും ചെയ്യാൻ പറയണം. കാരണം അവളാകുമ്പോൾ നമുക്ക് വിശ്വസിക്കാനും ഒക്കെ പറ്റും. അവൾ നമ്മുടെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ നന്ദുവിനെ കാര്യത്തെക്കുറിച്ച് വിളിച്ച് അറിയിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ട് നന്ദു വരുന്നുണ്ട്. എന്നിട്ട് നന്ദുവിനോട് അനാമികയ്ക്കെതിരായിട്ടുള്ള കേസിൻ്റെ തുമ്പൊക്കെ കണ്ടെത്തണം, അതുപോലെ തന്നെ അവൾക്കെതിരായിട്ടുള്ള തെളിവുകളൊക്കെ മോള് കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. അത് സന്തോഷത്തോടു കൂടി നന്ദു ഏറ്റെടുക്കുകയാണ്. അനാമികയ്ക്കെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു കേസ് കിട്ടിയിരുന്നെങ്കിൽ അത് എനിക്ക് ഉഷാറാക്കാമായിരുന്നു എന്നുള്ളത് കരുതി നിൽക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് മുത്തശ്ശൻ നന്ദുവിനോട് പറയുന്നുണ്ട്, ഏതായാലും നന്ദുവിനെ ഒന്നും കൂടെ ഒരു ഹെൽപ്പ് ആവാനും നമ്മുടെ ഭാഗം സ്ട്രോങ് ആവാനും വേണ്ടിയിട്ട് ഒരാളെ കൂടെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അനുകൂലമായിട്ട് വാദിക്കാനുള്ള ആ ഒരു വക്കീലിനെ. അത് നല്ലൊരു പയ്യനാണ്. വലിയ വലിയ കേസ് വരെ തെളിയിച്ചിട്ടുള്ള ആളാണ്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് ഞാൻ അയാളെ ഇങ്ങോട്ട് ഇറക്കിയിരിക്കുന്നത്. അയാളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പം നമ്മുടെ നന്ദുവിനും വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ആ ഒരു വക്കീൽ വരുന്നുണ്ട്. അപ്പം അതിന് മുമ്പായിട്ട് നന്ദുവിനോട് എല്ലാ തെളിവുകളും കണ്ടെത്താൻ പറയുകയാണ്. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, ആദ്യം ഈ വീട്ടിലുള്ള തെളിവുകൾ തന്നെ നമുക്ക് ശേഖരിച്ച് വെക്കാം. ഇവിടുത്തെ CCTV ചെക്ക് ചെയ്താൽ അനാമികയ്ക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് തന്നെ കിട്ടും. അത് കണ്ടാൽ പിന്നെ കോടതിക്ക് വേറൊരു തെളിവിൻ്റെയും ആവശ്യമുണ്ടാവില്ല. പിന്നെ ആ പയ്യനുമായിട്ട് ചുറ്റിക്കറങ്ങിത്തിരിക്കുന്ന CCTV ദൃശ്യങ്ങളും അതും കണ്ടെത്തണം. അതുപോലെ തന്നെ വേണുവിൻ്റെയും ഒക്കെ പഴയകാല ചരിത്രങ്ങളും ഒന്ന് തുഴഞ്ഞെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അക്കാര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് ആ തെളിവുകളും ഒക്കെ ശേഖരിച്ച് വെക്കുന്നുണ്ട്. മുത്തശ്ശന് ആ ഒരു തെളിവുകളൊക്കെ കാണിച്ച് കൊടുക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അവൾ എന്ത് കണ്ടിട്ടാണ് അഹങ്കാരം കാണിച്ച് നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും ഫ്രോഡാണെന്ന് തെളിയാൻ ഈ മോളുടെ കയ്യിലുള്ള ഈ തെളിവുകൾ മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ. അങ്ങനെ കേസിൻ്റെ ആ ഒരു ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അനാമികയെ കൂട്ടിൽ കയറ്റി നിർത്തിയിട്ട് ഓരോന്നായിട്ട് ചോദ്യം ചെയ്ത് തുടങ്ങുകയാണ്. നന്ദുവും ആ വക്കീലിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. ഓരോ തെളിവുകളും വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വക്കീൽ ആ തെളിവുകളൊക്കെ അനുസരിച്ച് പഠിച്ചിട്ട് അനാമികയെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തർത്ഥത്തിലാണ് വന്നത്? അനി നിങ്ങളോട് അങ്ങോട്ട് പ്രണയം പറഞ്ഞതാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടായിട്ട് പ്രണയം പറഞ്ഞ് വന്നതാണോ എന്ന് മുതലുള്ള കാര്യങ്ങളാണ് വക്കീൽ ചോദിക്കുന്നത്. ആ സമയത്ത് അനാമിക അനിയോട് പ്രണയം ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന കാര്യമായതുകൊണ്ട് തന്നെ അവൾ അതുപോലെ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് അനന്തപുരിയിൽ കയറിയതിന് ശേഷം നടത്തിയ ഓരോ സ്വർണം മോഷ്ടിച്ചതും അതുപോലെ തന്നെ ദേവയാനിയുടെ ആ ഒരു കരൾ നഷ്ടപ്പെടാൻ കാരണമായതും അനാമികയാണെന്നും വേണു അതിനായിട്ടുള്ള മരുന്നുകൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആ ഒരു ദൃശ്യങ്ങളും എല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്തതല്ലേ, നിങ്ങളുടെ വീട്ടുകാരല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം ആവാതെ തലകുനിച്ച് നിൽക്കുകയാണ്. അതുപോലെ തന്നെ അനാമികയുടെ കാമുകനെയും അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. കാമുകനാണെങ്കിൽ പേടിച്ചിട്ട് അനാമിക പറഞ്ഞ കാര്യങ്ങൾ, അനാമിക അനന്തപുരിയിൽ നിന്ന് സ്വത്തടിച്ച് മാറ്റണമെന്നും അത് കിട്ടിയാൽ നമുക്ക് നല്ലതുപോലെ ജീവിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അനാമികയുടെ കാമുകൻ ആ ഒരു കോടതിയിൽ തുറന്നു പറയുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനാമികയ്ക്കെതിരായിട്ട് നടന്നതിനാൽ തന്നെ കേസ് അനന്തപുരിക്കാർക്ക് വളരെയധികം എളുപ്പത്തിൽ തന്നെ ജയിക്കാൻ വേണ്ടി സാധിക്കുകയാണ്. ആ ഒരു കോടതിയിൽ വെച്ച് തന്നെ അനാമികയും അനിയും തമ്മിലുള്ള ഒരു ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടുകയും ആ ഒരു കാര്യം വളരെ എളുപ്പത്തിൽ തന്നെ നടക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ മുത്തശ്ശൻ്റെ ദൗത്യം വളരെ വിജയകരമായിട്ട് പൂർത്തിയായിരിക്കുകയാണ്. അനിയെയും അനന്തപുരിക്കാരെയും ജയിലിലാക്കാൻ നോക്കിയ അനാമികയും അച്ഛനും അമ്മയും ജയിലിലേക്ക് പോകുന്ന ആ ഒരു സുന്ദര നിമിഷം കൂടിയാണിത്. അങ്ങനെ മുത്തശ്ശൻ ആ ഒരു വക്കീലിനോടും നന്ദുവിനോടും വളരെയധികം നന്ദി പറയുന്നുണ്ട്.